ഹലോ എൻ്റെ പൊന്നാര മക്കളെ, പൊന്നുമക്കളെ, ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ, പൊവ്വല്ലേ ആദില, പൊവ്വല്ലേ നൂറ, ഒന്നും കേട്ടില്ല. ഇവർ ബിഗ് ബോസിലേക്ക് പോയി അവിടെ മുട്ടനാടി ഉണ്ടാക്കുകയാണ് പൊന്നാര മക്കളെ. അപ്പോൾ ഇവർ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ സൈഡിൽ വെച്ചുകൊണ്ട് നിലവിൽ എന്താണ് ബിഗ് ബോസിൽ നടക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ആദിലാനൂറ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞ വീഡിയോ നമുക്ക് ആദ്യം കണ്ടു നോക്കാം. ഓക്കെ, ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു എക്സൈറ്റിംഗ് സാധനം പറയാനാണ് ഞങ്ങൾ വന്നേക്കുന്നത്. തമ്മിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതെ, ഞങ്ങൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 പോകുന്നുണ്ട്. നിങ്ങൾ ബിഗ് ബോസ് സീസൺ 7 പോയി അവിടെ 8ന്റെ പണിയും ആയിട്ടുണ്ട്. ഓക്കെ, ബിഗ് ബോസ് ഒരു കാര്യം ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ പറയുകയാണ് ആദിലയോട് അതങ്ങനെ വേണ്ട, ആദില പറയുകയാണ് അത് അങ്ങനെ തന്നെ വേണം. അങ്ങനെ രണ്ടുപേർക്കും ഒന്നും ശരിയാവുന്നില്ല അങ്ങോട്ട്, അതായത് അനുഭവിക്കുകയാണ്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഞങ്ങൾ രണ്ടാളും ഒരു കോണ്ടസ്റ്റന്റ് ആയിട്ടാണ് പോകുന്നത്, ഒരു മത്സരാർത്ഥി, ഒരു കപ്പിളായിട്ടാണ് പോകുന്നത്, ഒറ്റ സിംഗിൾ കണ്ടസ്റ്റന്റ് ആയിട്ട്. അപ്പോൾ പിന്നെ ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ തന്നെ നമ്മൾ ഒരു ലെസ്ബിയൻ കപ്പിൾ ഫസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. മലയാളം ചരിത്രത്തിൽ തന്നെ ഒരു ലെസ്ബിയൻ കപ്പിൾ ആദ്യമാണ്. ഓക്കെ, അതായത് ഒരു മിനിറ്റ്, ഞാൻ വിഷയത്തിലേക്ക് വരാം. അതായത് ചിരി വരികയാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ബിഗ് ബോസിന്റെ ലൈവോ അല്ലെങ്കിൽ എപ്പിസോഡ് നോക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ആദിലക്ക് നൂറയെ കാണാൻ പറ്റുന്നില്ല, നൂറക്ക് ആദിലയെ കാണാൻ പറ്റുന്നില്ല. പരസ്പരം കാണുമ്പോൾ ഒരു പുച്ഛം. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. അപ്പൊ അതിന്റെയും എല്ലാത്തിന്റെയും ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. നമുക്ക് അറിയൂല കയറി കഴിഞ്ഞാൽ എങ്ങനെയാവും എന്താവും നോക്കുള്ളത്. മാക്സിമം ഞങ്ങൾ റിയൽ ആയിട്ട് തന്നെ നിന്ന് കളിക്കേ ചെയ്യുള്ളൂ. ഞങ്ങൾ തന്നെ റിയൽ ആയി കളിക്കും. എന്നിട്ട് എന്തേ നിങ്ങൾ കളിക്കാത്തത്? അതായത് ആദിലക്ക് നൂറയെ കാണാൻ പറ്റുന്നില്ല പൊന്നാര മക്കളെ. ബിഗ് ബോസിൽ ആദില പലപ്പോഴും നൂറയുടെ അടുത്ത് നിൽക്കുന്ന പോലുമില്ല. നമ്മുടെ അനീഷ് ഉണ്ടല്ലോ, കോമണർ ആയിട്ടുള്ള അനീഷ് ആദിലയോട് ചോദിച്ചല്ലോ, എന്തിനാണ് നീ നൂറയെ ഒരു അവോയ്ഡ് ചെയ്യുന്നത്? അപ്പോൾ നൂറ പറയുകയാണ് അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഒഴിവാവുകയാണ്. പൊന്നാര മുത്തുമണികളെ, നിങ്ങളൊരു 20 ദിവസത്തിനൊന്ന് വെയിറ്റ് ചെയ്യൂ പൊന്നാര മുത്തുമണികളെ. 20 ദിവസമാവുമ്പോൾ ഇവർ പിരിയും. പിരിഞ്ഞു എന്നുള്ള വാർത്ത ഞാൻ കൊണ്ടുവരാം. ഓക്കെ, ബാക്കിയും കൂടി പറഞ്ഞോ. അത് നമ്മള് എല്ലാരും പറയുന്നതാണ് റിയൽ ആയിട്ട് കളിക്കത്തുള്ളൂ. പക്ഷേ ദാറ്റ് ഈസ് ഹൗ പീപ്പിൾ അത് അങ്ങനെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ. എനിവേസ് അത് ഞങ്ങളെ വീഡിയോസ് കാണുമ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ മതി. ഞങ്ങളല്ലാണ്ട് നിൽക്കാൻ പറ്റൂല. ഇങ്ങനൊക്കെ പറഞ്ഞു പോയി ഞങ്ങളല്ലാതായി പോയല്ലോ. ഇപ്പൊ പറഞ്ഞതെന്താണ്? ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞതെന്താണ്? ഞങ്ങളായിട്ടേ നിൽക്കും. പിന്നെ എന്താണ് നിങ്ങളായിട്ട് അവിടെ നിൽക്കാത്തത്? അതായത് ഇവരായിട്ട് നിൽക്കൂന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇവരായിട്ട് നിൽക്കാത്തത്? ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. അത് നമ്മളിപ്പോൾ ഞങ്ങൾ കണ്ടേക്കുന്നത് യൂട്യൂബിലുള്ള കൂടി പോയ ഒരു 20 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോയിലാണ് കണ്ടേക്കുന്നത്. അതിൽ ഞങ്ങളെ 24/7 കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക ഞങ്ങളുടെ ക്യാരക്ടർ എങ്ങനെയാണ്. നിങ്ങളുടെ ക്യാരക്ടർ ഞാൻ കണ്ടു. എന്ത് ക്യാരക്ടറാണ്? അതായത് പരസ്പരം നിങ്ങൾ 7 വർഷം ഒരുമിച്ച് ജീവിച്ചല്ലോ, അതിൻ്റെ ഒരു ഇതെങ്കിലും കാണിക്കണ്ടേ? സത്യം പറയുകയാണ്, ഞാൻ ആർക്കോ വേണ്ടിയിട്ടാണ് ഇവർ ഒരുമിച്ച് പോയി ബിഗ് ബോസിൽ നിൽക്കുന്നത്. ഒരു കാര്യം, ഓക്കെ, അതായത് ആദിലയുടെ ഫേസ് ഫുൾ ടൈം ഒരു എന്തോ ഒന്ന് പോലെയാണ്. എങ്ങനെയെങ്കിലും നൂറ ഒന്ന് ഒഴിവായി കിട്ടിയാൽ മതിയായിരുന്നു. നൂറ ചിന്തിക്കുന്നതോ എങ്ങനെയെങ്കിലും ആദില ഒന്ന് ഒഴിവായി കിട്ടിയാൽ മതിയായിരുന്നു. എല്ലാവരും ഇവരൊരു പുച്ഛത്തോടെയാണ് കാണുന്നത്. ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരും ഇവരെ കാണുമ്പോൾ ഒരു പുച്ഛം എല്ലാവർക്കും. ആദ്യം ഇവർ അനുഭവിക്കുകയാണ് പൊന്നാര മക്കളെ. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഇപ്പോൾ ഹേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഒന്ന് നോക്കുക. ഡ്രസ്സും കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. ഉള്ളിൽ പോയിട്ട് നമുക്ക് വല്ല സ്ട്രാറ്റജി ഉണ്ടാവും നമുക്ക് പറയാനും പറ്റൂല. ആസ് ഓഫ് നൗ ഒന്നുമില്ല. കാരണം ഞങ്ങളും ഭയങ്കര പ്ലെയിൻ ഷീറ്റ് ആയിട്ടാണ് പോകുന്നത്, അങ്ങനെ വേണം പറയാൻ. ബിക്കോസ് ഞങ്ങൾക്ക് സത്യം പറയാനായാലും സ്ട്രാറ്റജി പോയിട്ട് നേരത്തെ നിൽക്കാൻ പോലുള്ള സമയം ഉണ്ടായില്ല. എന്താ നിങ്ങൾക്ക് സമയം കിട്ടാത്തത്? പൊന്നാര മക്കളെ, ഒരു കാര്യം പറയുകയാണ്. ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ബിഗ് ബോസിലേക്ക് ഒരാളെ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മിനിമം 20 ദിവസം മുമ്പെങ്കിലും വിളിക്കും. ഇവർ പറയുന്നത് ഞങ്ങൾ ഇന്നലെ ബിഗ് ബോസ് വിളിച്ചു, ഞങ്ങൾ ഇന്ന് പോയി എന്നാണ്. എന്തൊന്നാണ് പറയുന്നത്? അതായത് സത്യം പറഞ്ഞാൽ ഇവർ കുടുങ്ങിയൊക്കെ ബിഗ് ബോസിൽ പോയി ഇവർ കുടുങ്ങിയെന്ന് ഇവർ ചിന്തിക്കും. പക്ഷെ റിയൽ ആയിട്ട് അത് നല്ലതിനാണ്. ബിഗ് ബോസ് ആണ് ഒരു കാര്യം പറയുകയാണ്,
നിങ്ങൾക്ക് ബിഗ് സല്യൂട്ട്. അതായത് ഇവരെ ബിഗ് ബോസിൽ വിളിച്ചത് കൊണ്ട് ഇവർ പിരിഞ്ഞതിന് ശേഷം ഇവർ ഒരു അടുത്ത വേറെ ആരെങ്കിലും കല്യാണം കഴിച്ച് നല്ലൊരു കുടുംബമായി ഇവർ ജീവിക്കട്ടെ. അതിന് ബോസ് അണ്ണന് ഞാൻ കൈ കൊടുക്കുകയാണ്. ഇതിപ്പോ അടുത്തിട്ട് പിരിയും. ഇപ്പൊ പിരിയാനായി മൂത്തിരിക്കുകയാണ് ഇവർ. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. സോ അതിന് എന്താവും എന്ന് നമുക്ക് നോക്കാം. ചേട്ടൻ്റെ കുളർ. അപ്പോൾ എനിക്ക് ഇതാണ് ഞാൻ പിന്നെയും പറയുന്നത്, ഞങ്ങളെ കണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ആരും ഇഷ്ടപ്പെടാൻ പൊന്നാര ചക്കരെ ആരുമില്ല. നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരാരുമില്ല പൊന്നാര ചക്കരെ. എന്ത് ചെയ്യാനാണ് ചക്കരെ? ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഇതിൽ പോയ റിലേഷൻഷിപ്പ് പോകും വേറെ ഒരാളോട് ഇഷ്ടം തോന്നുന്നൊക്കെ. നമ്മൾ ഒരാളോട് എല്ലാവരുടെയും കോൺസെപ്റ്റും പോയിന്റ് ഓഫ് വ്യൂവും ഡിഫറെൻ്റ് ആണ്. വ്യത്യാസമുണ്ട്. പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്നത് നമ്മൾ ഒരാളുള്ളടുത്ത് ലോയലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരാളെ അങ്ങനെ തോന്നില്ല എന്നൊരു ഇതാണ്. കാരണം ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. പറയുകയാണ് ഇവർ കണക്ക് ചിരിവേ. അതായത് പറയുകയാണ് ഞങ്ങൾക്ക് വേറെ ആരോടും ഇഷ്ടം തോന്നൂല. ഇത് ബോസ് അണ്ണന്റെ മാസ്റ്റർ മൈൻഡ് ആണ്. ഓക്കെ, ഈ പെൺകുട്ടി. ഓക്കെ, അതായത് ഇവൾ അവിടെ ഒരു റിലേഷൻ ഉണ്ടാക്കും. ഒരു കാര്യം പറയുകയാണ്, ബോസ് അണ്ണന്റെ ഒരു തീരുമാനം തെറ്റിയത് അവിടെ ചുണക്കുട്ടികളുള്ള എന്നെ പോലെയുള്ള ആണുങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്. അവിടെ എല്ലാവരും അധികമുള്ളത് ബിഗ് ബോസിലുള്ളത് കല്യാണം കഴിഞ്ഞവരാണ്. അല്ലാതെ ഞങ്ങളെപ്പോലുള്ള നല്ലൊരു പയ്യന്മാരുണ്ടെങ്കിൽ ഇതിൽ ഒരെണ്ണത്തിനെ പട്ടാക്കുമായിരുന്നു. എന്നെ ഉദ്ദേശിച്ചതല്ല, എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ, അതായത് ഇവളെ ഈ ഐറ്റത്തെ പ്രേമിക്കാൻ അവിടെ ആളില്ല എന്നാണ് സത്യം. ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ പ്രേമിക്കൂല, നിങ്ങൾ അത് ഓക്കെ, അത് ഞാൻ വിട്ടു. പക്ഷെ നിങ്ങൾ പിരിയും, അത് ഉറപ്പാണ്. ഓക്കെ ഓക്കെ, ബാക്കിയും കൂടി കണ്ടു നോക്കാം. അപ്പോൾ ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാ ആൾക്കാർക്കും ഒരുപാട് നന്ദിയുണ്ട്. കുറേ പേർക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട്. കുറേ നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ട്. ശരിക്കും പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ തന്നെ ബിഗ് ബോസിൽ പോകുന്നുണ്ടെന്ന് നമ്മൾ അറിയുന്നത് കേട്ടോ. ആർക്കാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടത്? നിങ്ങളുടെ വീഡിയോയുടെ കമന്റ് ബോക്സ് ജസ്റ്റ് നോക്കൂ. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരാരുമില്ല. ഉണ്ടെങ്കിൽ തന്നെ 1% ആൾക്കാരാണ്. നിങ്ങൾക്ക് 100 കമന്റ് വരുന്നുണ്ടെങ്കിൽ അതിൽ 100 കമന്റിൽ 95 നെഗറ്റീവാണ് പൊന്നാര മക്കളെ. 3-4 കമന്റ് ആണ് പോസിറ്റീവ് പൊന്നാര മക്കളെ. ഒക്കെ നിങ്ങൾ ബാക്കിയും കൂടി പറഞ്ഞോളി. അതിനുശേഷമാണ് ഇന്നത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്ന എല്ലാവരും ബിഗ് ബോസിൽ ഉണ്ടാവണം എന്നൊന്നും ഇല്ല. അതുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാതും ഒരു തലയിലെഴുത്ത് പോലെ. എന്തായിരിക്കും അറിയത്തില്ല. മേ ബി നെഗറ്റീവായിട്ടായിരിക്കും ഞങ്ങൾ പുറത്ത് കാണുക, ആൾക്കാരെടുക്കുക. ആരാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? നിങ്ങളെ ആരും ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം നിരോധിച്ചത് നിങ്ങളെയാണ്. പെണ്ണുമായി ജീവിക്കുന്നവരും ആണുമായി ജീവിക്കുന്നവരും അമേരിക്കയിൽ വേണ്ട എന്ന് ആദ്യം പറഞ്ഞത് ഡൊണാൾഡ് ട്രംപാണ്. നിങ്ങളെപ്പോലുള്ളവരെ ലോകത്തിലേക്ക് ഇഷ്ടമില്ല. ഓക്കെ 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 ഞാൻ പറഞ്ഞാൽ കൂടി പോകും. മേ ബി പോസിറ്റീവായിട്ടായിരിക്കും. പക്ഷേ എന്തായിട്ടാണെങ്കിലും ഞങ്ങൾ പോയിട്ട് അടിച്ചു പൊളിച്ച് വരാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ കുറേ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേര് നമ്മളെടുത്ത് മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ ആരെങ്കിലും മിസ്സായി പോയാൽ അവർക്ക് വിഷമം ഉണ്ടാവും. നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എൻ്റെ പൊന്നാര മക്കളെ. ഞാൻ കരഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾ ദയവ് ചെയ്ത് ആദിലാനൂറ് കോട്ടിടണം പ്ലീസ് പ്ലീസ് പ്ലീസ്. നമ്മളുടെ കുട്ടികളെല്ലാം അതിനാണ്. അപ്പോൾ ഗായ്സ് ഒരു കാര്യം കൂടി പറയുകയാണ്, ആദിലാനൂറ പിരിഞ്ഞു എന്ന അതിമഹത്തായ അതിഗംഭീരമായ ഒരു വാർത്തയുമായി ഞാൻ ഉടൻ വരും. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. 20 ദിവസത്തിനുള്ളിൽ ആ പുണ്യമായ വാർത്ത ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഓക്കെ ബൈ.